ഭാരത ചരിത്രത്തിൽ സോമനാഥ് ക്ഷേത്രത്തിന്റെ സ്വാധീനം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. സോമനാഥ് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആദ്യ ആക്രമണത്തിന്റെ 1000 വർഷങ്ങൾ അനുസ്മരിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇതിൽ പങ്കെടുക്കാൻ ഈ വർഷം ആദ്യം നരേന്ദ്രമോദി സോമനാഥിൽ എത്തിയിരുന്നു. പുനരുദ്ധാരണം പൂർത്തീകരിച്ച ക്ഷേത്രം മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തതിന്റെ 75ാം വാർഷികമാണിത്. മെയ് 11-ന് മോദി വീണ്ടും എത്തുകയാണ്. സോമനാഥിനെ കുറിച്ചും തകർച്ചയിൽ നിന്നുള്ള അതിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് വിധ്വംസത്തിൽ നിന്ന് പുനർജനിയിലേക്ക് എന്ന് നാം വിശേഷിപ്പിക്കുന്ന പ്രയാണം സംബന്ധിച്ചും 2 സുപ്രധാന നാഴികക്കല്ലുകൾക്ക് 6 മാസത്തിനിടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതും വലിയ ഭാഗ്യമായിട്ടാണ് നരേന്ദ്രമോദി കരുതുന്നത്. അദ്ദേഹം സോമനാഥ് ക്ഷേത്രത്തെക്കുറിച്ചും സോമനാഥ് ക്ഷേത്രം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഭാരതത്തിന്റെ ചൈതന്യത്തിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം കുറിച്ച ഒരു കുറിപ്പ് അത് വായിക്കാം. സോമനാഥ് നമുക്കൊരു നാഗരിക സന്ദേശമാണ് നൽകുന്നത്. സോമനാഥിന് മുന്നിലെ വിശാലമായ കടൽ നിത്യതയെ അനുസ്മരിപ്പിക്കുന്നു. കൊടുങ്കാറ്റുകൾ എത്ര കഠിനമായാലും കടൽ എത്ര പ്രക്ഷുബ്ധമായാലും അന്തസ്സോടെയും കരുത്തോടെയും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് ആ തിരമാലകൾ പറയുന്നു. ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ അധികകാലം അടിച്ചമർത്താനാവില്ല എന്ന് ഓരോ തലമുറയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തിരകൾ തീരം തൊടുന്നത്. പ്രഭാസം ച പരിക്രമ്യ പൃഥ്വി വിക്രമ സംഭവം എന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് സോമനാഥ് എന്ന പവിത്ര പ്രഭാസത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് ഭൂമിയെ തന്നെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണ്. പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തിയവർ ഒരിക്കലും അണയാത്ത നാഗരികതയുടെ ശ്രദ്ധേയമായ തുടർച്ചയാണ് അനുഭവിച്ചറിഞ്ഞത്. സാമ്രാജ്യങ്ങൾ ഉദിച്ചുവരികയും തകരുകയും ചെയ്തു. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും മാറി മാറി വന്നു. അധിനിവേശങ്ങളിലൂടെയും അട്ടിമറികളിലൂടെയും ചരിത്രം കടന്നുപോയി. എന്നിട്ടും സോമനാഥ് നമ്മുടെ ബോധമണ്ഡലത്തിൽ എക്കാലവും നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനു മുന്നിൽ പതറാതെ നിന്ന എണ്ണമറ്റ മഹാരഥന്മാരെ സ്മരിക്കേണ്ട സമയമാണിത്. പ്രഭാസത്തെ വലിയൊരു ദർശന കേന്ദ്രമാക്കി മാറ്റിയത് ലകുലീശനും സോമശർമ്മനുമാണ്. വല്ലഭിയിലെ ചക്രവർത്തി മഹാരാജ തരസേനൻ 4-മനാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടുത്തെ 2ാമത്തെ ക്ഷേത്രം പണിതത്. അധിനിവേശങ്ങൾക്കെതിരെ നാഗരികതയുടെ ആത്മാഭിമാനം സംരക്ഷിച്ചതിന് ഭീംദേവനും ജയപാലനും ആനന്ദപാലനും എന്നും സ്മരിക്കപ്പെടും. ഭോജരാജനും സോമനാഥിന്റെ പുനർനിർമ്മാണത്തിന് സഹായിച്ചതായി പറയപ്പെടുന്നു. ഗുജറാത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക കരുത്ത് വീണ്ടെടുക്കുന്നതിൽ കർണദേവനും സിദ്ധരാജ ജയസിംഹനും സുപ്രധാന പങ്കാണ് വഹിച്ചത്. ഭാവ ബൃഹസ്പതിയും കുമാരപാല സോളങ്കിയും പാശുപാത ആചാര്യന്മാരും ഈ പുണ്യക്ഷേത്രത്തെ ആരാധനയുടെയും വിദ്യയുടെയും വലിയ കേന്ദ്രമായി പുനർനിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്തു. വിശാലദേവ വഖേലയും ത്രിപുരാന്തകനും ബൗദ്ധികാത്മീയ പാരമ്പര്യങ്ങളെ സംരക്ഷിച്ചു. തകർച്ചയ്ക്ക് ശേഷം ആരാധന പുനരാരംഭിക്കുന്നതിൽ മഹിപാലദേവനും രാ ഗംഗാറും നിർണായക പങ്കുവഹിച്ചു. 300-ാം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന പുണ്യശ്ലോക അഹല്യബായ് ഹോൾക്കർ അതീവ ദുഷ്കര സമയത്തും ഭക്തിയുടെ തുടർച്ച ഉറപ്പാക്കി. തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച ബറോഡയിലെ ഗേക്വാദുകളുണ്ട്. വീര ഹമീർജി ഗോഖലിനെയും വീര വേഗ്ദാജി ഭീലിനെയും പോലുള്ള ധീര വ്യക്തിത്വങ്ങളെ വളർത്തിയെടുത്തതാണ് ഈ മണ്ണ് അനുഗ്രഹീതമാകാൻ കാരണം. അവരുടെ ത്യാഗവും ധീരതയും സോമനാഥിന്റെ സജീവ സ്മരണയുടെ ഭാഗമാണ്. 1940-കളിൽ സ്വാതന്ത്ര്യത്തിന്റെ ആവേശം രാജ്യത്തുടനീളം അലയടിക്കുകയും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ പുതിയൊരു റിപ്പബ്ലിക്കിന് അടിത്തറ പാകുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം സോമനാഥിന്റെ അവസ്ഥയായിരുന്നു. 1947 നവംബർ 13-ന് ദീപാവലി സമയത്ത് തകർന്നടിഞ്ഞ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് സമീപം സമുദ്രജലം കൈകളിലേന്തി അദ്ദേഹം പറഞ്ഞു, ഗുജറാത്തി പുതുവർഷത്തിന്റെ ശുഭദിനത്തിൽ സോമനാഥ് പുനർനിർമ്മിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. സൗരാഷ്ട്രയിലെ ജനങ്ങളായ നിങ്ങൾ ഇതിനായി ആവുന്നതെല്ലാം ചെയ്യണം. എല്ലാവരും പങ്കുചേരേണ്ട വിശുദ്ധ ദൗത്യമാണിത്. സർദാർ പട്ടേലിന്റെ ആഹ്വാനത്തോട് ഗുജറാത്ത് മാത്രമല്ല രാജ്യമൊന്നടങ്കം ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. താൻ ഇത്രയേറെ ആഗ്രഹിച്ച സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിക്കാൻ നിർഭാഗ്യവശാൽ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല. പുനരുദ്ധരിച്ച ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും പ്രഭാസ പട്ടണത്തിന്റെ പുണ്യതീരങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എക്കാലവും നിലകൊണ്ടു. KM മുൻഷി ആ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയും നവനഗറിലെ ജാം സാഹിബ് അതിന് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു. 1951-ൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശക്തമായ എതിർപ്പുകളെ മറികടന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ആ നിമിഷത്തെ കൂടുതൽ സവിശേഷവും ചരിത്രപരവുമാക്കി. ഞാൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ സമയത്ത് ഒക്ടോബറിലെ ദിനങ്ങളും ഓർമ്മയിൽ വരുന്നു. 2001 ഒക്ടോബർ 31-ന് പട്ടേലിന്റെ ജയന്തി ദിനത്തിൽ സോമനാഥ് ക്ഷേത്രം തുറന്നുകൊടുത്തതിന്റെ 50-ാം വാർഷികാഘോഷം സംഘടിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് ഭാഗ്യം ലഭിച്ചു. സർദാർ പട്ടേലിന്റെ 125-ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് ഒപ്പമായിരുന്നു അത്. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ആഭ്യന്തരമന്ത്രി LK അദ്വാനിയും പങ്കെടുത്തു. സമാനതകളില്ലാത്ത
വിശ്വാസവും സ്നേഹവും സ്വന്തമായ ഒന്നിനെയും തകർക്കാനാവില്ല എന്ന് സോമനാഥ് ക്ഷേത്രം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്ന് 1951 മെയ് 11 പ്രസംഗത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ക്ഷേത്രം ജനഹൃദയങ്ങളിൽ നിലനിൽക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണം സർദാർ പട്ടേലിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നും ആ ചൈതന്യം മുന്നോട്ട് കൊണ്ടുപോയി ജനജീവിതത്തിൽ സമൃദ്ധി തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാം സഞ്ചരിക്കുന്നത് ഈ പാതയിലൂടെയാണ്. വികാസ് ഭി വിരാസത് ഭി അഥവാ വികസനവും പൈതൃകവും എന്ന തത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോമനാഥ് മുതൽ കാശി വരെയും, കാമാഖ്യ മുതൽ കേദാർനാഥ് വരെയും, അയോധ്യ മുതൽ ഉജ്ജയിൻ വരെയും, ത്രംബകേശ്വർ മുതൽ ശ്രീശൈലം വരെയും ഭാരതത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളെ അവയുടെ പരമ്പരാഗത സ്വഭാവം നിലനിർത്തി ആധുനിക സൗകര്യങ്ങളാൽ സജ്ജമാക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.